ഹായ് നമസ്കാരം. 2026 നിങ്ങളുടെ വീട്ടിൽ സോളാർ ഇൻസ്റ്റലേഷൻ ചെയ്യുവാണെങ്കിൽ ഏതൊക്കെയാണ് ബെസ്റ്റ് ആയിട്ടുള്ള ടോപ്പ് പെർഫോമിംഗ് ബെസ്റ്റ് സോളാർ പാനൽ എങ്ങനെ ചൂസ് ചെയ്യാം, ഏതൊക്കെ പാനലാണ് ഈ വീഡിയോ അവസാനം വരെ നോക്കുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഏത് വോട്ടേജ് പാനലാണ് ചൂസ് ചെയ്യേണ്ടത്, ഏത് ടെക്നോളജി പാനലാണ് ചൂസ് ചെയ്യേണ്ടത്, 580 വാട്ട്സിൻ്റെ ചൂസ് ചെയ്യണോ, 700 വാട്ട്സിൻ്റെ ചൂസ് ചെയ്യണോ, അതോ 600 വാട്ട്സിൻ്റെ ചൂസ് ചെയ്യണോ, ടോപ്പ് കോൺ പാനലാണോ ചൂസ് ചെയ്യേണ്ടത്, ഹെഡ്രോ ജംഗ്ഷൻ ആണോ, അതോ ബാക്ക് കോൺടാക്ട് ടെക്നോളജി ആണോ ചൂസ് ചെയ്യേണ്ടത്, ഇതുപോലത്തെ പല ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഡെഫിനറ്റ്ലി ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് ടെക്നോളജിയിൽ നിന്ന് തുടങ്ങാം. ടെക്നോളജി എന്ന് പറയുന്നത് നമുക്ക് മുമ്പത്തെ ടെക്നോളജി എന്ന് പറയുമ്പോൾ മോണോപെർക്കാണ്. അതിന് മുമ്പ് പോളിക്രിസ്റ്റലൈൻ പല ടെക്നോളജീസ് ഉണ്ടായിരുന്നു. സോ ഇന്ന് മോണോപെർക്ക് നമുക്ക് നിലവിലില്ല. ഇപ്പോൾ കേരളത്തിൽ നിങ്ങൾ സോളാർ ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ടോപ്പ് കോൺ ആയിരിക്കും. ഓക്കെ, ടോപ്പ് കോണിന് ശേഷം ഇപ്പം നമുക്ക് ഹെഡ്രോ ജംഗ്ഷൻ HJT എന്ന് പറയുന്ന ടെക്നോളജി നിലവിൽ റൈസ് ആയിട്ടുണ്ട്. HJT മുമ്പേ ഉണ്ടായിരുന്ന ടെക്നോളജി തന്നെയാണ്, കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുണ്ട്. അതുപോലെ ബാക്ക് കോൺടാക്ട് BC എന്ന് പറയുന്ന ടെക്നോളജിയും ഉണ്ട്. സോ ഈ മൂന്നിലും എന്തൊക്കെയാണ് ഡിഫറൻസസ്, നമുക്ക് ഇനി വരുന്ന ടെക്നോളജി ഏതാണ്, ആസ് എ കസ്റ്റമർ നിങ്ങൾക്ക് ഏത് ചൂസ് ചെയ്യാൻ പറ്റും എന്നെ കുറിച്ചുള്ള വീഡിയോ ആണിത്. ഹെഡ്രോ ജംഗ്ഷൻ ടെക്നോളജി എന്ന് പറയുമ്പോൾ നമ്മൾ ക്രിസ്റ്റലൈൻ ലെയറും അതുപോലെ അമോർഫസ് ലെയറും കമ്പൈൻ ചെയ്ത ഒരു സിസ്റ്റമാണ്, കമ്പൈൻ ചെയ്ത ടെക്നോളജിയാണ് ഈ സെൽസിൽ വരുന്നത്. ഹെഡ്രോ ജംഗ്ഷൻ HJT സെൽസ് എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മൾ HJT, ടോപ്പ് കോൺ അല്ലെങ്കിൽ BC ബാക്ക് കോൺടാക്ട് ഏതൊക്കെ പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഡെഫിനറ്റ്ലി നമ്മൾ നോക്കുവാണെങ്കിൽ എഫിഷ്യൻസി വെൻ കമ്പയർ ടു ടോപ്പ് കോൺ HJTക്ക് കൂടുതലാണ്. HJT കമ്പയർ ചെയ്യുമ്പോൾ ബാക്ക് കോൺടാക്റ്റിന് അതിനേക്കാളും ചെറിയൊരു ശതമാനം കൂടുതലാണ്. സെക്കൻഡ് നമ്മൾ നോക്കുവാണെങ്കിൽ ഡീഗ്രഡേഷൻ ഫാക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ HJTയിൽ വളരെ കുറവാണ് വെൻ കമ്പയർ ടു ടോപ്പ് കോൺ. ഓക്കെ, ഡീഗ്രഡേഷൻ റേറ്റ്, അതുപോലെ നമ്മുടെ ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് എന്ന് പറയുന്ന പാരാമീറ്റർ നമുക്ക് HJTയിലായിരിക്കും വളരെ കുറവ്. ബിക്കോസ് നമ്മൾ പാനലൊക്കെ നിർമ്മിക്കുന്നത് STC കണ്ടീഷനിലാണ്, 25 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ലാബോറട്ടറി കണ്ടീഷനിലാണ്. വെൻ കമ്പയർ ടു ടോപ്പ് കോൺ നമുക്ക് ഡീഗ്രഡേഷൻ റേറ്റ് കുറവാണ് HJTയിൽ, അതുപോലെ ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് കുറവാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബൈഫേഷ്യാലിറ്റി ഫാക്ടർ, എത്രത്തോളം ബൈഫാഷ്യാലിറ്റി ഫാക്ടർ നമുക്കുണ്ട്. ടോപ്പ് കോൺ കമ്പയർ ചെയ്യുമ്പം HJTയിൽ കൂടുതലാണ്. ഓക്കെ, HJT കമ്പയർ ചെയ്യുമ്പം BCയിൽ കൂടുതലാണ്. പക്ഷേ BC നമുക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട്. ഞാൻ പറയാം എന്താണ് റെസ്ട്രിക്ഷൻ എന്നുള്ളത് പറയാം. അടുത്ത പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പൊട്ടൻഷ്യൽ ഇൻഡ്യൂസ് ഡീഗ്രഡേഷൻ PID എഫക്റ്റ് എന്ന് പറയും. അതുപോലെ നമ്മുടെ PID എഫക്റ്റ്, അതിനുശേഷമുള്ള പാരാമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ലോ ലൈറ്റ് പെർഫോമൻസ്. അപ്പോൾ ഈ ലോ ലൈറ്റ് പെർഫോമൻസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ HJT ടോപ്പ് കോണിനേക്കാളും നല്ല പെർഫോം ചെയ്യുന്നുണ്ട്. ചെറിയൊരു ലോ ലൈറ്റിലും കുറച്ചുകൂടെ ജനറേഷൻ കൊടുക്കുന്നുണ്ട് വെൻ കമ്പയർ ടു ടോപ്പ് കോൺ. ഓക്കെ, ടോപ്പ് കോൺ പാനൽസ് നമുക്ക് 12 ഇയേഴ്സ് ആണ് പ്രോഡക്റ്റ് വാറണ്ടി വരുന്നത്, 25 to 30 ഇയേഴ്സ് ആണ് പെർഫോമൻസ് വാറണ്ടി വരുന്നത്. HJT പാനൽസിൽ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് 15 ഇയേഴ്സ് പ്രോഡക്റ്റ് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കിട്ടുന്ന മാനുഫാക്ചറേഴ്സ് അവൈലബിൾ ആണ് ഇപ്പം. അതുപോലെ നമ്മൾ സെൽസ് വെച്ച് നോക്കുവാണെങ്കിൽ നിലവിൽ 3 ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. M10, G12, G12R. M10 എന്ന് പറയുമ്പോൾ 182 mm by 182 mm ആണ് ആ സെല്ലിൽ വരുന്നത്. G12 എന്ന് പറയുമ്പം 210 by 210. G12R എന്ന് പറയുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെൽസ് ആണ്. എല്ലാ മാനുഫാക്ചറേഴ്സും പതുക്കെ ഇതിലാണ് ഷിഫ്റ്റ് ആവുന്നത്. 182 by 210 ഒരു റെക്ടാങ്കുലർ ഷേപ്പ് സെൽസ് ആണ്. ഇത് എഫിഷ്യൻസി കൂട്ടുന്നത് മാത്രമല്ല, നമുക്ക് സ്പേസ് സേവ് ചെയ്യാൻ പറ്റും. ലോജിസ്റ്റിക്സ് വൈസും പാനൽ ഷിപ്പിംഗ് ചെയ്യുമ്പോഴും അതായത് ട്രാവൽ വൈസും നമുക്ക് റൂഫ് വൈസും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. BOSലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇവർ G12R വെച്ച് സെൽസ് ആണ് ഇപ്പം കൂടുതൽ എല്ലാവരും മാനുഫാക്ചറിങ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, ബാക്ക് കോൺടാക്ട് ടെക്നോളജി സെൽസ് എന്ന് പറയുന്നത് നമുക്ക് എസ്തെറ്റിക്കലി നല്ലൊരു അപ്പിയറൻസ് കൊടുക്കും. പക്ഷേ മാനുഫാക്ചറിങ് ഇപ്പം എല്ലാ കമ്പനീസും തുടങ്ങിയിട്ടില്ല. ഓക്കെ, ഇപ്പോൾ എല്ലാവരും കൂടുതലും ടോപ്പ് കോണിലും അതുപോലെ HJT ടെക്നോളജിയിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പർട്ടിക്കുലർലി ഇന്ത്യൻ കമ്പനീസ് നോക്കുവാണെങ്കിൽ ചൈനീസ് കമ്പനീസ് പോലത്തെ ഐക്കോ അതുപോലെ ലോങ്കി സോളാറൊക്കെ ബാക്ക് കോൺടാക്റ്റിലാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. മേ ബി ഇനി ഫ്യൂച്ചറിൽ ഇന്ത്യയിലും വരുമായിരിക്കും. നിലവിൽ ആക്ച്വലി ടോപ്പ് കോണിൽ നിന്ന് പതുക്കെ എല്ലാവരും അറ്റ്ലീസ്റ്റ് ഒരു നെക്സ്റ്റ് 2 ഇയേഴ്സിലെങ്കിലും അവർ ടോപ്പ് കോണിൽ നിന്ന് HJT ടെക്നോളജിയിൽ ഷിഫ്റ്റ് ചെയ്യുന്നതാണ് നോക്കുന്നത്. HJTയിൽ ഇപ്പം നിലവിലുള്ള പാനൽസ് നോക്കുമ്പം ഒത്തിരി പേര് റിലീസ് ചെയ്യുന്നുണ്ട്. പർട്ടിക്കുലർലി റിലയൻസ് ന്യൂ എനർജി അവരുടെ മൊത്തം ലൈനും അവർക്ക് ടോപ്പ് കോൺ ഇല്ല, മൊത്തത്തിൽ അവർ HJT പാനൽസാണ് റിലീസ് ചെയ്യുന്നത്. അതുപോലെ ഗോൾഡി സോളാർ അവരൊക്കെ ഇപ്പം പതുക്കെ HJTയിൽ വരുന്നുണ്ട്. പല ബ്രാൻഡ്സും അത് പ്രോഡക്റ്റ് ലോഞ്ചിൽ റിലീസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അടുത്ത് വരുന്ന ഒരു പ്രത്യേക ചോദ്യമാണ് ഈ DCR നോൺ DCR ALMM അപ്ഡേറ്റ് എന്താണെന്നുള്ളത്. ബേസിക്കലി PM സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജന സ്കീമിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെൻറ്റ് DCR പാനൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമ്മൾ PM സൂര്യഗർ സബ്സിഡി സ്കീമിലല്ല ചെയ്യുന്നത്. നമുക്ക് സബ്സിഡി ആവശ്യം ഇല്ലാന്നുണ്ടെങ്കിൽ നോൺ DCR പാനൽ ചെയ്യാൻ പറ്റും. ഓക്കെ, നോൺ DCR പാനൽ എന്ന് പറയുമ്പം സെൽസ് എയ്തർ ഇന്ത്യൻ മാനുഫാക്ചറർ ആയിരിക്കും ഓർ എൽസ് ഇമ്പോർട്ടഡ് ആയിരിക്കും. ചൈനീസ് മാനുഫാക്ചറർ സെൽസ് വെച്ചിട്ടായിരിക്കും ആ പാനൽ നിർമ്മിച്ചത്. ഓക്കെ, ഈ രണ്ടിലും എഫിഷ്യൻസി ഡിഫറൻസ് വരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫിഷ്യൻസിയൊക്കെ സിമിലർ തന്നെയാണ്. പക്ഷേ മേക്ക് ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സെൽ. ഇപ്പം DCR പാനൽ നിർമ്മിച്ചേക്കുന്ന കമ്പനി നല്ല സെൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല ക്വാളിറ്റി ആയിരിക്കും. ഓക്കെ,
സെക്കൻഡ്ലി ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2026 ജൂൺ മാസത്തിന് ശേഷം ജൂൺ 1 തീയതി തൊട്ട് എല്ലാ ഗവൺമെൻറ് പ്രോജക്ട്സും നെറ്റ് മീറ്ററിംഗ് ആയാലും ഗവൺമെൻറ് ഫീഡ് ചെയ്യുന്ന എല്ലാ പ്രോജക്ട്സും ഇന്ത്യയിൽ നിർബന്ധമായും DCR സെൽസ് വെച്ച് വേണം പാനൽ നിർമ്മിക്കാൻ. അങ്ങനെ നോക്കുവാണെങ്കിൽ സ്ലോലി നോൺ DCR ഔട്ട് ആവും. ഓക്കെ, ഡെഫിനറ്റ്ലി നോൺ DCRന് ഇമ്പോർട്ടഡ് സെൽസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നോക്കുവാണെങ്കിൽ ജൂണിന് ശേഷം എല്ലാ സെൽസും എല്ലാ പാനൽസും മാക്സിമം DCR ആവാനാണ് സാധ്യത. നമുക്ക് ജൂൺ വരുമ്പോഴേ അറിയത്തുള്ളൂ, പക്ഷേ ഡെഫിനറ്റ്ലി DCR വരാനാണ് സാധ്യത. സെക്കൻഡ് എന്ന് പറയുമ്പം നമ്മൾ ഈ പാനൽസ് ഒക്കെ നിർമ്മിച്ചേക്കുന്നത് സിൽവർ വെച്ചിട്ടാണ്. ബസ് ബാർ എന്ന് പറയുന്നത് ഈ കളക്ഷൻ, അതായത് ഇലക്ട്രോണിക്സ് കളക്ട് ചെയ്യുന്നത് ബസ് ബാർ എന്ന് പറയുന്നത് സിൽവറാണ്. ഇപ്പം മാനുഫാക്ചറേഴ്സ് ഒക്കെ സിൽവറിൻ്റെ പ്രൈസ് കൂടുന്നതോറും അവർ പതുക്കെ കോപ്പറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് മാർക്കറ്റിൽ നടക്കുന്നത്. പാനൽസിൻ്റെ പ്രൈസ് കുറയുമെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കും, ചിലപ്പോൾ അത് കൂടിയെന്ന് വരും. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നോക്കുവാണെങ്കിൽ പാനൽസിൻ്റെ മുമ്പത്തെക്കാളും ചെറിയ രീതിയിൽ പ്രൈസ് കൂടിയിട്ടുണ്ട്. പക്ഷേ ജൂൺ 2026 ശേഷം എങ്ങനെയായിരിക്കും നമുക്ക് അറിയാൻ പറ്റത്തില്ല. മാക്സിമം അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് സോളാർ വീട്ടിൽ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ പറ്റും. സോ അതുപോലെ നിങ്ങൾ മാക്സിമം N ടൈപ്പ് P ടൈപ്പിൽ N ടൈപ്പ് സോളാർ പാനൽസ് തന്നെ മേടിക്കാനായിട്ട് നോക്കുക. പിന്നെ നോക്കി കഴിഞ്ഞാൽ ഇതിൽ മാക്സിമം A ഗ്രേഡ് സെല്ലായിരിക്കണം, അസംബിൾഡ് A ഗ്രേഡ് സെല്ലായിരിക്കണം. ചില ബ്രാൻഡ്സ് B ഗ്രേഡ് സെല്ലും അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, അവരുടെ ഡേറ്റാ ഷീറ്റിൽ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട് B ഗ്രേഡ് സെൽസ് എന്നുള്ളത്. പരമാവധി അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വൈസ് നല്ലത്. ബിക്കോസ് റെസിഡൻഷ്യൽ കസ്റ്റമേഴ്സൊക്കെ നോക്കുവാണെങ്കിൽ റെസിഡൻഷ്യൽ ആസ് വെൽ ആസ് കമേഴ്ഷ്യൽ കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് സോളാർ പവർ പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു വലിയ അസറ്റാണ്. അപ്പം ആവശ്യമില്ലാത്ത കംപ്ലയിൻറ്റ് വരുന്നതിനേക്കാളും നല്ലത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെ സ്റ്റാർ റേറ്റിംഗ് പാനൽസിലുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ വർഷം തൊട്ട് അത് നിർബന്ധമാക്കിയിട്ടുണ്ട്. പോയ വർഷം തന്നെ എല്ലാ മാനുഫാക്ചറേഴ്സും അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. BI സർട്ടിഫിക്കേഷൻ ഒപ്പം തന്നെ റിലീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ നല്ലൊരു ബ്രാൻഡ് എങ്ങനെ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ Tier 1 കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന സോളാർ പാനൽസ് വേണം ചൂസ് ചെയ്യാനായിട്ട്. Tier 1, Tier 2, Tier 3 കാറ്റഗറീസ് അവൈലബിൾ ആണ്. Tier 1 എന്ന് പറയുമ്പം അവർ റിസർച്ച് വൈസ് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും, ടെക്നോളജിക്കൽ അപ്ഗ്രേഡേഷൻ ചെയ്യും, നല്ല മാനുഫാക്ചറിങ് കപ്പാസിറ്റി ഉണ്ട്, അവർക്ക് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ അവർ ടെസ്റ്റിംഗ് ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ കേപ്പബിലിറ്റിയും അവർക്ക് സ്ട്രോങ് ആണ്. വാറൻറ്റിയൊക്കെ നമുക്ക് 12 years, 15 years, 20 years ഒക്കെ പ്രോമിസ് ചെയ്താൽ ഈ കമ്പനി നാളെ ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് 20 years അല്ലെങ്കിൽ 15 years ഉണ്ടാവും. ഇവർക്ക് തേർഡ് പാർട്ടി സർട്ടിഫിക്കേഷനൊക്കെ കൊടുക്കുന്നതാണ്. ഇപ്പം മാക്സിമം ഇതിൽ ലിസ്റ്റഡ് കമ്പനീസ് ആയിരിക്കും, സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് കമ്പനീസ് ആയിരിക്കും. അങ്ങനെ ഒറ്റ രാത്രി അവർക്ക് പെട്ടെന്ന് പൂട്ടി പോകാൻ പറ്റത്തില്ല. സെക്കൻഡ് എന്ന് പറയുമ്പം ഇതിൻ്റെ ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് നോക്കുന്നതിന് PVEL അതുപോലെ RETC എന്ന് പറയും. RETC ടെസ്റ്റഡ് പാനൽസ് അവൈലബിൾ ആണ്. ഇപ്പോൾ വാരി എന്ന് പറയുന്ന ബ്രാൻഡ് RETC ടെസ്റ്റഡ് ആണ്. അതുപോലെ പല ബ്രാൻഡ്സും വരുന്നുണ്ട്. റിന്യൂ പവർ അവരൊക്കെ RETCയിൽ ടെസ്റ്റഡ് വരുന്നുണ്ട്. PVEL എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി സോളാർ പാനൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. അപ്പോൾ ഇവർ എല്ലാ വർഷവും ഈ മാനുഫാക്ചറേഴ്സ് ഇവർക്ക് ബിൽ ഓഫ് മെറ്റീരിയൽസും അതുപോലെ പാനൽസും കൊടുക്കും. ഇവർ ടെസ്റ്റ് ചെയ്ത് ആ വർഷത്തിൻ്റെ റിപ്പോർട്ട് റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ടെസ്റ്റിൽ ഇവർ ഓരോ ബിൽ ഓഫ് മെറ്റീരിയൽസ് ഓരോ പാനലിൻ്റെ ഫ്രെയിം എൻക്യാപ്സുലൻ്റ് യൂസ് ചെയ്തത് ഏതാണ്, റിയർ ഫ്രെയിം, അതുപോലെ റിയർ ഗ്ലാസ്, ബാക്ക് ഷീറ്റ്, പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന സെൽസ്, ഇതെല്ലാം വെച്ചിട്ട് അവർ ഓരോ ടെസ്റ്റിംഗ് ചെയ്യും. PID എഫക്റ്റിൻ്റെ ടെസ്റ്റിംഗ്, LID ടെസ്റ്റിംഗ്, അതുപോലെ തെർമൽ ഡാംപ് ഹീറ്റ് ടെസ്റ്റ്, തെർമൽ ടെസ്റ്റ് ചെയ്യും. പിന്നെ അതിൽ ലൈറ്റ് ഇൻഡ്യൂസ് ഡിഗ്രഡേഷൻ, പിന്നെ ലൂമിനസ് ടെസ്റ്റിംഗ് എന്ന് പറയും. ഇങ്ങനെ പല ടെസ്റ്റിങ്ങും ചെയ്ത് ഇതിൽ അവർ റാങ്കിങ് റിലീസ് ചെയ്യും. അപ്പോൾ ആ റിപ്പോർട്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് PVEL സ്കോർ കാർഡ് എന്നുള്ളത് ഗൂഗിളിൽ തട്ടിയാൽ വരും. എത്ര ഇന്ത്യൻ കമ്പനീസ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഓബിയസ്ലി ചൈനീസ് കമ്പനീസ് നമ്മൾ MNRE പ്രോജക്റ്റിൽ ഇനി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. മാക്സിമം ചൈനീസ് കമ്പനീസ് ആയിരിക്കും അതിൽ റാങ്കിങ്ങിൽ വരുന്നത്. അതിൽ ഓരോ ടെസ്റ്റുണ്ട്. ഇപ്പോൾ 7 ടെസ്റ്റിൽ ടോപ്പായിട്ടുള്ള മോഡ്യൂൾ മാനുഫാക്ചറേഴ്സ് കാണാൻ പറ്റും. 6 ടെസ്റ്റിൽ ആരൊക്കെയാണ് ടോപ്പ്, 5 ടെസ്റ്റിൽ ആരൊക്കെയാണ് ടോപ്പ്. ഇതിൽ ഒത്തിരി ബ്രാൻഡ്സ് വരുന്നുണ്ട്. ഇപ്പം പ്രീമിയർ എനർജീസ്, അദാനി, MV, റിന്യൂ, അതുപോലെ ടാറ്റ പവർ വരുന്നുണ്ട്. പിന്നെ വാരിയുണ്ട്, വിക്രം, റേസോൺ സോളാർ, ഇവരൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കുന്നതാണ് ഏത് ബ്രാൻഡ് ഏത് പാനലാണ് ബെസ്റ്റ് എന്നുള്ളത്. ഈ ഇടയ്ക്കായിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി Tier 3, Tier 2 ബ്രാൻഡ്സ് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. മാനുഫാക്ചറിങ് ഇപ്പോൾ കുറേ പേര് തുടങ്ങിയിട്ടുണ്ട് സോളാർ മാനുഫാക്ചറിങ്. ഒബിയസ്ലി നമ്മളത് ഒന്നും പറയാൻ പറ്റത്തില്ല. Tier 1 എന്തുകൊണ്ട് ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ Tier 2, Tier 3 മാനുഫാക്ചറർക്ക് ആവശ്യമായ ഇൻവെസ്റ്റ്മെൻറ്റ് കാണത്തില്ല, നമ്പർ 1. ഓക്കെ, നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ R&D ഒക്കെ ജസ്റ്റ് ഇവർ OEM ആയിരിക്കും. ബേസിക്കലി ആരുടെടുത്തെങ്കിലും ചെയ്യിപ്പിച്ചെടുക്കുക എന്നുള്ളതായിരിക്കും സ്വന്തം ബ്രാൻഡിൽ. ഓക്കെ, തേർഡ് എന്ന് പറയുമ്പോൾ R&D ഇല്ലാത്ത ഒരു ടെക്നോളജി അപ്ഗ്രേഡേഷൻ ഇല്ലാത്ത ഒരു പ്രോഡക്റ്റും ഡെഫിനറ്റ്ലി ലോങ് ലാസ്റ്റ് ചെയ്യത്തില്ല, സസ്റ്റൈനബിൾ ചെയ്യത്തില്ല. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. R&Dയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഫ്യൂച്ചറിൽ എന്തൊക്കെ ടെക്നോളജി വരുന്നുണ്ട്, അതിന് നമ്മൾ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്ന ബ്രാൻഡ്സ് മാത്രമേ മാർക്കറ്റിൽ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
തേർഡ് തിങ് എന്ന് പറയുന്നത് നമുക്ക് വാറണ്ടി കൊടുക്കുന്നതാണ്, ആഫ്റ്റർ സെയിൽസ് സർവീസ് സപ്പോർട്ട്. ഈ വാറണ്ടി പ്രോമിസ് ചെയ്ത സമയത്ത് പ്രോമിസ് ചെയ്ത രീതി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പല ബ്രാൻഡ്സും പൂട്ടിപ്പോകും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും Tier 1 കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ബ്രാൻഡ്സേ നമ്മൾ കസ്റ്റമേഴ്സിന് പ്രോമിസ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ കൊമറിൻ സോളാറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓൾ കേരള ഇൻസ്റ്റലേഷൻ ചെയ്യുന്നുണ്ട്, മലബാർ തൊട്ട് നമ്മൾ ട്രിവാൻഡ്രം വരെ ചെയ്യുന്നുണ്ട്. അപ്പം മാക്സിമം നമ്മൾ Tier 1 കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന പാനൽസ് PVL റാങ്കിങ്ങിൽ വരുന്ന പാനൽസൊക്കെ നമ്മൾ ചെയ്യാറുള്ളൂ. കസ്റ്റമർ ഈവൻ നമ്മൾ നിർബന്ധിച്ച് ചോദിക്കാറുണ്ട്, എനിക്ക് ഈ ബ്രാൻഡ് വേണം. നമ്മൾ ആ ബ്രാൻഡ് നമ്മൾ ചൂസ് ചെയ്യും, പക്ഷേ കസ്റ്റമറിന് പറഞ്ഞു കൊടുക്കും, നാളെ എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ നമ്മൾ ഡെഫിനറ്റ്ലി യു ആർ ദ സോൾ റെസ്പോൺസിബിൾ. നമ്മൾ കോൺഫിഡൻസ് ഉള്ള ബ്രാൻഡ്സേ നമ്മൾ വെക്കുന്നുള്ളൂ. റീസൺ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് ലാസ്റ്റ് ഒരു 7 to 10 years നമ്മൾ നോക്കുന്നുണ്ട്, ആരൊക്കെ വന്ന് ആരൊക്കെ പോകുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ഈ വീഡിയോ ഇതുപോലത്തെ വീഡിയോസ് നമ്മുടെ ചാനലിൽ നിരന്തരമായിട്ട് വരുന്നതാണ്. 2026 നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് നോക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.